നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ചെന്താമരയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. കൊലപാതകത്തിൽ ഒരു കുറ്റബോധവുമില്ലെന്ന് ചെന്താമര പറഞ്ഞു. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെയാണ് കൊലപ്പെടുത്തിയതെന്ന് ചെന്താമര മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ മകളെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും വീടുണ്ടാക്കിയിട്ട് അതിൽ കയറി താമസിക്കാൻ പോലും പറ്റിയില്ലെന്നും ചെന്താമര പറഞ്ഞു. തന്റെ കുടുംബം നശിപ്പിച്ചത് അറിയില്ലേ എന്നും തന്റെ മകളെ പഠിപ്പിക്കാനായില്ലെന്നും മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് മകളെ പഠിപ്പിച്ചതെന്നുമാണ് ചെന്താമര മാധ്യമങ്ങളോട് പറഞ്ഞത്. ബുധനാഴ്ച രണ്ടാം ദിവസത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. കുറ്റബോധമില്ല, എന്റെ കുടുംബത്തെ നശിപ്പിച്ചു, അതറിയില്ലേ. 2010 വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റിയിട്ടില്ല. മകൾ എഞ്ചിനീയറാണ്, അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ചെന്താമര പോലീസ് ജീപ്പിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതി ചെന്താമരമേ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തുടർന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ ബുധനാഴ്ച വൈകിട്ടോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത പ്രതിയെ പിന്നീട് വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൽ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിനയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാനും കുടുംബം തകരാനും കാരണം സജിനയും സുധാകരനുമാണെന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത്. ഇതായിരുന്നു കൊലയിലേക്ക് നയിച്ചത്. അയൽവാസിയായ പുഷ്പയെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ചെന്താമര മൊഴി നൽകിയിരുന്നു. തന്റെ കുടുംബം തകരാൻ പുഷ്പയും പ്രധാന കാരണക്കാരിയായിരുന്നു. തനിക്കെതിരെ പോലീസിൽ നിരന്തരം പരാതി നൽകിയതിലും പുഷ്പയ്ക്ക് പങ്കുണ്ട്. പുഷ്പയെ കൊല്ലാതെ വിട്ടതിൽ മാത്രമാണ് തനിക്ക് നിരാശയുള്ളത്. ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തിയത്. ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ 35 മണിക്കൂറിന് ശേഷമാണ് പോലീസിന് പിടികൂടാനായത്. മലമുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വിശപ്പ് സഹിക്കാൻ വയ്യാതായതോടെ മലയിറങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെ പോലീസ് കാത്തിരുന്ന് പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ തനിക്ക് തന്റെ മകളെ വലിയ ഇഷ്ടമാണെന്ന് ചെന്താമര പോലീസിനോട് പ്രതികരിച്ചു. തന്റെ വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമര അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ചെന്താമര കൊടുവാൾ വാങ്ങിയത് എലവഞ്ചേരിയിലെ കടയിൽ നിന്ന് തന്നെയാണെന്ന് ആലത്തൂർ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞു. കൊടുവാളിൽ കടയുടെ സീലുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു. കൊടുവാൾ ഉണ്ടാക്കിയ കടയിലെ ലേറ്റ് മെഷീനും ചെന്താമര പോലീസിന് തെളിവെടുപ്പിന്റെ കാണിച്ചു കൊടുത്തു. വൻ പോലീസ് സന്നാഹത്തിലാണ് ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയത്. ചെന്താമരയുമായി എത്തുന്നതറിഞ്ഞ് നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ കൊലപാതകം നടത്തിയതും കൃത്യത്തിനു ശേഷം രക്ഷപ്പെട്ട വഴിയും ചെന്താമര പോലീസിന് വിവരിച്ചു കൊടുത്തു. ജനുവരി 27 രാവിലെ താൻ കത്തി പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തുവെന്ന് തെളിവെടുപ്പിനിടെ ചെന്താമര പോലീസിനോട് പറഞ്ഞു. പ്രകോപനത്തിനിടെയാണ് ആക്രമിച്ചത്. ഈ സമയം ലക്ഷ്മി അവരുടെ വീടിന് മുന്നിലാണ് നിന്നിരുന്നത്. തനിക്ക് നേരെ ശബ്ദമുണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയെയും ആക്രമിച്ചു. ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് കയറി. കൊടുവാളും പൊട്ടിയ മരത്തടിയും വീട്ടിൽ വെച്ച ശേഷം പിൻവശത്തുകൂടി പുറത്തിറങ്ങി. ശേഷം താൻ വീടിന് സമീപത്തെ പാടവരമ്പത്തുകൂടി അരക്കമലയിലേക്ക് നടന്നുവെന്നും ചെന്താമര പോലീസിനോട് വിശദീകരിച്ചു. ഈ വഴികളിലൂടെയൊക്കെ ചെന്താമരയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.